ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഫസ്റ്റ് ടെർമിനൽ ഇവാലുവേഷൻ അഥവാ ഓണപരീക്ഷയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാരാരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിടുന്ന എല്ലാ എക്സാം സ്പെഷ്യൽ വീഡിയോസും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കൂട്ടുകാരെ, ഓണപരീക്ഷയ്ക്ക് ഇങ്ങ് എത്തിയില്ലേ? കൂട്ടുകാർ പാഠങ്ങളൊക്കെ പഠിച്ചായിരുന്നോ? പഠിച്ചു അല്ലേ? കൂട്ടുകാരുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗമായിരിക്കും കാണുക. ഇവിടെ നോക്കിയാൽ അറിയാം, ഫസ്റ്റ് ടെർമിനൽ ഇവാലുവേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. സബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷാണ്. തൊട്ട് താഴെയായിട്ട് കൂട്ടുകാരുടെ പേരും ക്ലാസ്സും ഡിവിഷനും ഒക്കെ എഴുതാൻ സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ കൂട്ടുകാർ തെറ്റാതെ എഴുതിയേക്കണം കേട്ടോ. ഇനി നമുക്ക് ഓരോ ആക്ടിവിറ്റീസായിട്ട് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി ഫസ്റ്റ് കോൺവെർസേഷൻ. കൂട്ടുകാരെ, ഇവിടെ ഒരു സംഭാഷണം എഴുതാനാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ? മിനുവും സച്ചിനും കൂടിയുള്ള ഒരു കോൺവെർസേഷനാണ്. കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷേ കുറേ വിട്ടുപോയിട്ടുണ്ടല്ലേ? വിട്ടുപോയ ഭാഗങ്ങൾ ഇവിടെ ബോക്സിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും എടുത്തെഴുതിയാൽ മാത്രം മതി. അപ്പോൾ തെറ്റാതെ കൂട്ടുകാരെ എഴുതിയേക്കണം കേട്ടോ. ഫസ്റ്റ് നോക്കിയേ, മിനു ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് കൂട്ടുകാരോട് ആരെങ്കിലും പറഞ്ഞാൽ തിരിച്ചെന്താ പറയുക? അതെ, തിരിച്ചും ഗുഡ് മോർണിംഗ് പറയുമല്ലേ? ഈ ബോക്സിനുള്ളിൽ ഗുഡ് മോർണിംഗ് ഉണ്ടോ? ഉണ്ട്, എടുത്തെഴുതിക്കോളൂ. സച്ചിൻ ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് മിനു ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിഞ്ഞു. അത് കഴിഞ്ഞ് മിനു എന്തോ ചോദിക്കുന്നുണ്ട്. അതിന് ആൻസറായിട്ട് സച്ചിൻ യെസ് ഐ ആം കമ്മിങ്, അതെ ഞാൻ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മിനു എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക? ഇവിടെ ഉണ്ടല്ലേ ചോദ്യം, ആർ യു കമ്മിങ്? എഴുതിക്കോളൂ കൂട്ടുകാരെ, ആർ യു കമ്മിങ്? മിനു ചോദിക്കുകയാണ്, നീ വരുന്നുണ്ടോ? സച്ചിൻ യെസ് ഐ ആം കമ്മിങ്. നെക്സ്റ്റ് മിനു ചോദിക്കുന്നുണ്ട് എന്തോ ഒരു ചോദ്യം. അതിന് സച്ചിൻ നോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും മിനു ചോദിച്ചിട്ടുണ്ടാവുക? ബോക്സ് നോക്കിയേ, എഴുതിക്കോളൂ. ഈസ് യുവർ ഫാദർ കമ്മിങ്? എൻ്റെ അച്ഛൻ വരുന്നുണ്ടോ? അപ്പോൾ സച്ചിൻ പറയുവാണ് നോ. നെക്സ്റ്റ് മിനു ചോദിക്കുന്ന എന്താ കൂട്ടുകാരെ? അതെ, ഇറ്റ്സ് ഗെറ്റിംഗ് ലേറ്റ്. ഒത്തിരി വൈകിപ്പോയി, ഒത്തിരി താമസിച്ചു. സച്ചിൻ ഓക്കെ ലെറ്റ്സ് ഗോ. ശരി, നമുക്ക് പോകാം. അപ്പോൾ കോൺവെർസേഷൻ ഇതുപോലെ തന്നേക്കും. അപ്പോൾ വിട്ടുപോയ കളങ്ങൾ പൂർത്തിയാക്കാനൊക്കെ കൂട്ടുകാരോട് ചോദിക്കാം. അപ്പോൾ കൂട്ടുകാരത് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കോൺവെർസേഷൻ ഒന്നുകൂടെ വായിക്കാം. മിനു ഗുഡ് മോർണിംഗ്. സച്ചിൻ ഗുഡ് മോർണിംഗ്. മിനു ആർ യു കമ്മിങ്? Sachin, yes, I am coming. Minu, is your father coming? Sachin, no. Minu, it's getting late. Sachin, okay, let's go. കൂട്ടുകാരെ, ഇതുപോലെ കോൺവെർസേഷൻ എഴുതാൻ പഠിച്ചു വെച്ചേക്കണേ. അടുത്ത് നോക്കിയേ, ആക്ടിവിറ്റി 2 ഡിസ്ക്രൈബ് ഇറ്റ്. കളർ ദി പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്. കൂട്ടുകാരെ, ഇവിടെ തന്നിരിക്കുന്ന ചിത്രം കണ്ടില്ലേ? കണ്ടു അല്ലേ? ചിത്രത്തിന് മനോഹരമായി നിറം കൊടുത്തോളൂ. ഹായ്, എന്തു ഭംഗിയാണ് അല്ലേ കൂട്ടുകാരെ? അതെ, ഇനി നമുക്കിതിനെ വിവരിച്ചെഴുതാമോ? എഴുതിക്കോളൂ. ദിസ് ഇസ് എ ബലൂൺ മാൻ. ഇതാരാണ്? ഒരു ബലൂൺ മാൻ ആണല്ലേ? നെക്സ്റ്റ്, ബലൂൺ മാൻ ഹാസ് മെനി കളേർഡ് ബലൂൺസ് ഇൻ ഹിസ് ഹാൻഡ്. ദേ കെയിം ഇൻ മെനി സൈസസ്. There are many different shapes of balloons. He has lot of balloons, spotted and unspotted. കൂട്ടുകാരെ, ബലൂൺ മാൻ്റെ കയ്യിൽ ഒത്തിരി ബലൂണുകളുണ്ടല്ലേ? പല വലിപ്പത്തിലുള്ള ബലൂണുകളാണവ. പിന്നെയോ പല രൂപങ്ങളിലുണ്ട്. അതുപോലെ തന്നെ പല തരത്തിലുള്ളവയുണ്ട്. കുത്തുകളുള്ളവയും കുത്തില്ലാത്തവയും ഒക്കെയുണ്ടല്ലേ കൂട്ടുകാരെ? അതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ആക്ടിവിറ്റി 3 റിഡിൽസ്. അടുത്ത് റിഡിൽസ് എഴുതാനാണ്.
നമ്മൾ ഇതുപോലെ പാഠം പഠിച്ചപ്പോൾ ഒത്തിരി പഠിച്ചതാണല്ലേ. ഇവിടെ 3 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓറഞ്ച്, പാരറ്റ്, ചില്ലി. നമുക്ക് ചോദ്യം നോക്കാം. ഹെൽപ്പ് മിന്നു ടു ഫൈൻഡ് ഔട്ട് ദി ആൻസേഴ്സ്. മിന്നു റീഡിൽസിന് ആൻസർ ചെയ്യുകയാണ് കൂട്ടുകാരെ. അവളെ നമുക്ക് സഹായിക്കാം. ആൻസർ എഴുതാൻ സഹായിക്കണം. റീഡിൽസ് വായിക്കൂ. I'm a fruit. I'm round. I'm orange in color. കൂട്ടുകാരെ, ഞാനൊരു പഴവർഗ്ഗമാണ്. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് ഇരിക്കുന്നത്. എൻ്റെ കളറ് ഓറഞ്ച് ആണ്. ഞാൻ ആരാണെന്ന് പറയാമോ? യെസ്, എഴുതിക്കോളൂ. ഓറഞ്ച്. ORANGE. ഓറഞ്ച്. എഴുതിയ കൂട്ടുകാരെ? എഴുതി. നെക്സ്റ്റ് റീഡിൽ നോക്കിയേ. I'm a bird. I can talk. I am green in color. കൂട്ടുകാരെ, ഞാനൊരു പക്ഷിയാണ്. ഞാൻ സംസാരിക്കും. എൻ്റെ നിറം പച്ച നിറമാണ്. കൂട്ടുകാർക്ക് ആളെ മനസ്സിലായോ? ആരാ? യെസ്, പാരറ്റ്. എഴുതിക്കോളൂ. PARROT. പാരറ്റ്. നെക്സ്റ്റ്, ലാസ്റ്റ് റിഡിൽ. I'm a vegetable. I'm small. I'm hot. I'm red in color. ഞാനൊരു വെജിറ്റബിളാണ്. കൂട്ടുകാരെ, ഞാനൊരു പച്ചക്കറിയാണ്. ഞാൻ വളരെ കുഞ്ഞനാണ്. എന്നെ കഴിക്കുമ്പോൾ നല്ല എരിവുണ്ടാകും. പിന്നെയോ, എൻ്റെ നിറം ചുവപ്പാണ്. ഞാൻ ആരാണെന്നറിയാമോ? ഇവിടെ ചിത്രത്തിലുണ്ട്. കൂട്ടുകാർക്ക് മനസ്സിലായോ? യെസ്, ചില്ലി. എഴുതിക്കൊള്ളൂ. റെഡ് ചില്ലി അല്ലേ? CHILLI, ചില്ലി. നെക്സ്റ്റ് നോക്കിയേ. ആക്ടിവിറ്റി 4, ആഡ് മോർ ലൈൻസ്. കൂട്ടുകാരെ, ഇവിടെ കണ്ടോ? This is a ball. Can you read this poem? Then write another few lines for a watermelon. കൂട്ടുകാരെ, ഇവിടെ കണ്ടോ? This is a ball. Can you read this poem? Just read it. I'm a ball. I'm a red ball. I'm a red round ball. I'm a red round big ball. നെക്സ്റ്റ് നമുക്ക് വാട്ടർമെലനെ കുറിച്ച് എഴുതിയാലോ? എഴുതിക്കോളൂ. I'm a fruit. I'm a green fruit. I'm a green round fruit. I'm a green round big fruit. അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് മോർ ലൈൻസ് എഴുതാനായിട്ട് ചോദിക്കാം. അപ്പോൾ കൂട്ടുകാർ പഠിച്ചു വച്ചേക്കണേ. അപ്പോൾ കൂട്ടുകാരെ, നമ്മളിന്ന് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ? വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്ക്രൈബ് ചെയ്യാനും മോർ ലൈൻസ് ആഡ് ചെയ്യാനും റെഡിൽസ് എഴുതാനും സ്റ്റോറി എഴുതാനും ഒക്കെ കൂട്ടുകാരോട് ചോദിക്കാം. അപ്പോൾ അതെല്ലാം കൂട്ടുകാർ പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോസ് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക് യു.